രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം കേരളത്തിലാണ് സംഭവിച്ചതെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കിൽ പറയുന്നു. കഴിഞ്ഞ കൊല്ലം 66 പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ വന്നിരിക്കുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകും. പ്രതീഷ്, അപ്പോൾ കോവിഡിനെ പേടിക്കണം എന്ന് തന്നെയാണോ വാർത്ത? തീർച്ചയായും രാജ്യത്ത് കോവിഡ് ആശങ്ക വിട്ടുമാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന കണക്കുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. കാരണം 2024 മാത്രം കേരളത്തിൽ 66 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു എന്നതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ തന്നെ അവതരിപ്പിച്ച കണക്കിൽ പറയുന്ന കാര്യം. 2024 കേരളത്തിൽ 5597 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ വർഷം കാര്യമായ പരിശോധനകൾ പോലും നടക്കാത്ത ഒരു ഘട്ടത്തിൽ കൂടിയാണ് 5597 പേർക്ക് രോഗം ബാധിക്കുകയും ഇതിൽ 66 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് ഇപ്പോഴും കോവിഡ് രോഗികളുണ്ട്, അല്ലെങ്കിൽ കോവിഡ് എന്ന ഒരു വൈറസ് നിലനിൽക്കുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടിയാണ്, അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന കണക്കുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 516 മരണമായിരുന്നു കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അത് അടുത്ത വർഷമായപ്പോഴേക്കും 66 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കോവിഡ് രോഗികളുടെ എണ്ണത്തിലും ഒപ്പം കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും ഈ കുറവുണ്ടെങ്കിൽ കൂടിയും ഈ 66 പേർ മരിച്ചു എന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കണക്കുകൾ തന്നെയാണ്. എന്തായാലും ഈ കോവിഡ് പൂർണ്ണമായും സംസ്ഥാനത്ത് നിന്ന് കോവിഡ് മാറിയിട്ടില്ല എന്ന് കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ജാഗ്രത വേണം. കാരണം ഈ ഗുരുതരമായ അസുഖങ്ങൾ ഉള്ളവരിൽ കോവിഡ് ബാധിക്കുമ്പോഴാണ് അത് പിന്നീട് കൂടുതൽ ഗുരുതരമാവുകയും മരണം പോലും സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. എന്തായാലും ആ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡിനെ എന്തായാലും നമ്മൾ പേടിക്കണം എന്നാണ് കണക്കുകൾ നമ്മോട് വിളിച്ചു പറയുന്നത്.